കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ നമ്മുടെ ഗവർണർ മാമൻ ഇടയ്ക്കിടെ വാർത്തകളിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് ആളിനെ പറ്റി യാതൊരുവിധ അനക്കവുമില്ലായിരുന്നു. പാവം ഗർജിച്ച് ഗർജിച്ച് വയ്യാണ്ടായി രാജ്ഭവനിലെ സൗധത്തിൽ റെസ്റ്റിലായിരുന്നു എന്ന് തോന്നുന്നു. പണ്ടൊക്കെ റോഡ് സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്ന SFI പ്രവർത്തകരെ കണ്ടാൽ 100 മീറ്റർ അപ്പുറത്തു നിന്ന് തന്നെ വണ്ടി നിർത്തി റോഡിൽ പട്ടി ഷോ കാണിച്ച് 2 ജീപ്പ് പോലീസുകാരെയും വിളിച്ചു വരുത്തി 1 മണിക്കൂർ അങ്ങ് ബ്ലോക്കും ഉണ്ടാക്കി കുത്തിയിരുന്ന് ചാനൽ മുഴുവൻ ക്രിമിനൽസ് പ്രസംഗം നടത്തി അങ്ങ് അർമാദിക്കുകയായിരുന്നു ഗവർണർ മാമൻ. ഇപ്പോൾ എവിടെ പോയി? യാതൊരുവിധ അറിവുമില്ല. നമ്മുടെ നാട്ടില് മമ്മൂട്ടി, മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു സ്റ്റാർ. പൊതുജനങ്ങൾക്കും സർക്കാരിനും ഇത്രയധികം തലവേദന ഉണ്ടാക്കിയ ഒരു ഗവർണർ വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഗവർണർ മാമനെ കാണാതായപ്പോൾ ഓർത്തു ഇനിയിപ്പോൾ SFI അവരുടെ കരിങ്കൊടി പ്രതിഷേധം അവസാനിപ്പിച്ചത് കൊണ്ടാണോ എന്ന്. പക്ഷെ ഒന്നുമല്ല. SFI ഇപ്പോഴും നാട്ടിൽ പലയിടത്തും ഗവർണർ മാമനെ കരിങ്കൊടി കാണിക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുമുണ്ട്. പക്ഷെ ഗവർണർ എന്തേലും പറയാൻ വേണ്ടി കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയാൽ പോലും വിളിച്ചു വരുത്തിക്കൊണ്ടുവന്ന സുരക്ഷാ സേന കഴുത്തിന് പിടിച്ചങ്ങ് അകത്തിടും. ഞാൻ അവരോട് 2 വാക്ക് പറഞ്ഞോട്ടെ എന്ന് പറയാൻ വേണ്ടി വാ തുറന്ന അദ്ദേഹത്തിന്റെ പെടലിക്ക് പിടിച്ച് താനൊന്നും പറയണ്ട, അവിടെ അനങ്ങാതിരുന്നാ മതി എന്നാണത്രേ സുരക്ഷാ സേന പറഞ്ഞതെന്ന് കേൾക്കുന്നു. പിന്നെ AK-47 കൊണ്ട് SFIക്കാരുടെ നെഞ്ച് അരിപ്പയാക്കുമെന്ന് സംഘികൾ പൊട്ടിച്ചിരിച്ച സുരക്ഷാ സേനയ്ക്കെതിരെ പേടിച്ച് ചാൻസലർക്ക് ഇപ്പോൾ മുറുക്കി തുപ്പാൻ പോലും കാറിന്റെ ഗ്ലാസ് താഴ്ത്താൻ പറ്റാത്ത അവസ്ഥയാണത്രേ. അങ്ങനെയാണ് കേൾക്കുന്നത്. പാവം ഗവർണർ മാമൻ എത്ര ഹൽവ തിന്ന് നടന്ന മനുഷ്യനാ, പറഞ്ഞിട്ട് കാര്യമില്ല. പോയി, എല്ലാം കൈവിട്ടു പോയി. എന്നാൽ ആശാൻ ഇപ്പോൾ വീണ്ടും തലപൊക്കി രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ എല്ലാം അമർഷമാണോ തീർക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇത്തവണ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഗവർണർ മാമന്റെ ഇര. മന്ത്രിക്കെതിരെ അതിര് കടന്ന പ്രയോഗമാണ് ഗവർണർ മാമൻ നടത്തിയിരിക്കുന്നത്. മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. ക്രിമിനലുകൾക്ക് മറുപടി പറയാനില്ല എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. യോഗത്തിൽ പങ്കെടുക്കാൻ നിയമ അവകാശമുണ്ടെന്ന് മന്ത്രി പറഞ്ഞതിനോടാണ് ഗവർണറുടെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവർണർ കോടതിയെ സമീപിക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞിരുന്നു. മന്ത്രിക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അധികാരമില്ല എന്നും ചട്ടലംഘനം നിയമപരമായി നേരിടുമെന്നുമാണ് ഗവർണർ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഗവർണർ പ്രവർത്തിച്ചത് മര്യാദകേടാണെന്ന് തന്നെ പറയാതെ വയ്യ. ഭരണത്തിലുള്ള സർക്കാരിനോടോ ഇടതുപക്ഷത്തിനോടോ ഗവർണർക്ക് മുൻവൈരാഗ്യമുണ്ടാകാം. എന്നാൽ അതിങ്ങനെയല്ല തീർക്കേണ്ടത്. അല്ല, എത്രയോ വേദികളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ നേരിൽ മുഖാമുഖം കണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് മുഖ്യനെ പറയാൻ ആ നാവന്ന് പൊങ്ങിയില്ല? അപ്പോൾ അറിയാം അവിടെ കളിച്ചാൽ കളി മാറുമെന്നുള്ള കാര്യം. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ മണ്ടയിൽ എന്തും കാണിക്കാം എന്നാണോ അങ്ങയുടെ മനോഭാവം? എന്നാൽ അതങ്ങ് 4 മടക്കി ചുരുട്ടി കയ്യിലങ്ങ് വെച്ചാൽ മതി കേട്ടോ ഗവർണർ മാമ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.